ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് എന്താ, നമ്മളതൊരു വാട്ട് ഈസ് ദി എൻറ്റിറ്റി. നമ്മൾ ഒരാൾ നടത്തുന്ന ഒരു സ്ഥാപനമാണോ അതെയോ രണ്ടുപേരും നടത്തുന്ന സ്ഥാപനമാണോ, എന്തൊക്കെയായാലും ആ ബിസിനസ്സിന് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും എപ്പോഴും. The business that you are carrying out will always have a separate identity in legal terms. ആരെങ്കിലും ഒരാൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട്, അപ്പം യു വാണ്ട് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്, അപ്പം ആ ബിസിനസ്സിനൊരു പേരുണ്ടാവും, ആ ബിസിനസ്സിനൊരു ലീഗലായിട്ടുള്ള ഒരു നേച്ചറും എൻറ്റിറ്റിയും വേണം. ആ ലീഗലായിട്ടുള്ള നേച്ചറും എൻറ്റിറ്റിയും ഇൻ ബ്രോഡ് ടേംസ് 4 രീതിയിലാണ് നമുക്ക് ഇപ്പം ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഉള്ളത്. ഫസ്റ്റ് ഇസ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ രജിസ്ട്രേഷനോ ഒന്നുമില്ല. യു ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓൺ യുവർ ഓൺ, ഇൻ യുവർ ഓൺ നെയിം. അത് കഴിഞ്ഞിട്ട് യു ടേക്ക് ദ റെലവൻറ്റ് ടാക്സ് രജിസ്ട്രേഷൻ, പാൻ കാർഡ് എടുക്കും, സർവീസ് ടാക്സിൻ്റെ 10 ലക്ഷം രൂപയുടെ മുകളിൽ ടേൺ ഓവർ വന്ന സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാക്കും, ആവശ്യമുണ്ടെങ്കിൽ ടിൻ നമ്പർ എടുക്കും, അങ്ങനെ ടാക്സ് രജിസ്ട്രേഷൻസ് നിങ്ങളുടെ പേരിലെടുക്കും. ഇത് ചെറിയ രീതിയിൽ. ഇപ്പം 2-3 പേരുണ്ട് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങും. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രാർ ഓഫ് ഫേംസിനെ എടുത്ത് പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലീസ് രജിസ്റ്റർ അസ് വിത്ത് യു. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്. ഇപ്പം കേരളം എസ്പെഷ്യലി വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. And you can actually see online at what stage your registered partnership is, and you can check the database of the registered partnerships online. അടുത്തത് കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ there's something called a limited liability partnership. പ്രൊപ്രൈറ്റർഷിപ്പിലും ഒരു പാർട്ട്ണർഷിപ്പിലും ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി. കമ്പനിക്ക് എന്ത് ലയബിലിറ്റി വന്നാലും അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റ്സിനെയും കൂടി അത് ബാധിക്കും. ഒരാൾ നിങ്ങളുടെ എതിരെ കേസ് കൊടുത്തു. നിങ്ങളുടെ എതിരെ കേസ് കൊടുത്ത ഒരു പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേഴ്സണലായിട്ടുള്ള അസറ്റ്സിനെയും അറ്റാച്ച് ചെയ്യാനും പറ്റും. അത് വിറ്റ് അവർക്ക് ലയബിലിറ്റി തീർക്കാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി വരാനുള്ള കാരണം. ബട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ആസ് ബിസിനസ് പ്രോഗ്രസ്ഡ് the concept of a limited liability partnership and a PLC, a private limited company ഉണ്ടായത്. A private limited company എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ your liability from any activity of the company is limited to the shares that you hold. നിങ്ങൾ എത്ര രൂപ ഷെയർസ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ, അത് നിങ്ങൾ ഷെയർസ് ഓൾറെഡി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ you will not have any further liability other than the money that you already invested into the company. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റ്സിനെയോ അതെയോ നിങ്ങളുടെ വേറെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി അതൊന്നും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യൂല. അതുകൊണ്ടാണ് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ നേരത്തും ഒരു കമ്പനിയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോ അതേ ഒരു LLPയിലേക്കോ മാത്രമാണ് വേറെ ആൾക്കാർ പൈസ ഇടുകയുള്ളൂ. ഏതൊരു ഇൻവെസ്റ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിലും ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദേ ലുക്ക് അറ്റ് ഇസ് ഐ എം ലെറ്റിംഗ് സമ്മൺ എൽസ് റൺ ദ കമ്പനി. വേറൊരാളാണ് ഈ ബിസിനസ് നടത്തുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധമോ അല്ലെങ്കിൽ ഇഫ് ഹീ ക്രിയേറ്റ്സ് എനി ലയബിലിറ്റി ദെൻ there shouldn't be a possibility that I as an investor will get affected. That is why people prefer a private limited company or a limited liability partnership from the perspective of investments. But ഒരു സ്റ്റുഡൻറ്റ് ബേസ്ഡ് കമ്പനിയാണ്, ഒരു സ്റ്റുഡൻറ്റ് ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ യു കെൻ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ പാർട്ട്ണർഷിപ്പ്. ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത്. യു വോണ്ട് ടു നോ ഇഫ് ദ ബിസിനസ് ഇസ് ഗോയിങ് ടു ഗ്രോ, അത് വലുതാവോ, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതൊക്കെ കാണുമ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ് ടു സ്റ്റാർട്ട് വൺ. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആർ സിമ്പിൾ ആൻഡ് യു ഡോണ്ട് ഹാവ് there's no recurring expense as opposed to a private limited company. ഞാൻ ഉദാഹരണത്തിന് ഒരു പ്രൈസ് റേഞ്ച് തരുവാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുവാണെങ്കിൽ ഒരു 6,000 to 7,000 റുപ്പീസാണ്
അത് രജിസ്റ്റർ ചെയ്ത് വരാൻ നേരത്ത് വരുന്നത്. ഇൻക്ലൂഡിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട് 5,000 rupees. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അത് കഴിഞ്ഞ് എന്താ പ്രൊഫഷണൽ ഫീ എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് ഒരു പാർട്ട്ണർഷിപ്പ്. ആസ് ഒപ്പോസ് ടു എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീന് സ്റ്റാറ്റ്യൂട്ടറി ഫീസ്, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ബാക്കി ഫീസും ഒക്കെ കൂടി തന്നെ ഒരു 15,000 to 16,000 rupees അത് മാത്രം വരും. സോ ദാറ്റ് ഈസ് ദ കോസ്റ്റ് വൈസ് ഡിഫറൻസ്. ബട്ട് when you start out, you ideally start out as a partnership, but there's unlimited liability. കുറച്ചും കൂടി വലുതാവുമ്പം and you're looking at an investment and you think investors won't invest in your partnership because of the liability issue, you slowly convert into a private limited company. അപ്പം ഇതാണ് ബ്രോഡ് ലീഗൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഉള്ളത് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും. ഇപ്പോൾ പുതിയതായിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, one person company. A one person company is when there are two people, but ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും ഹൈബ്രിഡ് ആയിട്ടുള്ള മോഡലാണ് ഒരു വൺ പേഴ്സൺ കമ്പനി കൊണ്ടിരിക്കുന്നത്. സോ ലിറ്റിൽ ബിറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് വാട്ട് ഐ ഡു. ഞാനാണെങ്കിൽ ഇവിടെ സോ ഐ യൂസ് ടു വർക്ക് വിത്ത് എ ഫേം കോൾ ട്രൈലീഗൽ. ഞാൻ ഈ പ്രൈവറ്റ് എക്വിറ്റി ആൻഡ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ചെയ്യുന്നത്. പ്രൈവറ്റ് എക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are funds coming from the Middle East or from the US and they want to invest in startups or they want to invest in businesses in India. There's a lot of documents that you need to negotiate with them and there's a lot of guidelines of the RBI, Reserve Bankൻ്റെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അത് മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുറത്തുനിന്നുള്ള പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. So we represent a lot of private equity investors. So private equity investors അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ ഒരു ഇന്ത്യൻ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് അവർ ഒരു ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സ് നടത്തും. ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ലീഗലായിട്ട് എല്ലാം കംപ്ലയൻ്റ് ആണോ, അതെയോ അവരെതിരെ ലീഗലായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ എഗ്രിമെൻറ്റ്സ് സ്ട്രോങ് ആണോ, അതെയോ ദ വാല്യൂ പ്രൊപ്പോസിഷൻ ദാറ്റ് ദേ ഓഫർ ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് വർത്ത് ദ മണി ദറ്റ് ഐ എം ഇൻവെസ്റ്റിംഗ്. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ലീഗൽ കംപ്ലയൻസസും ലാക്കിംഗ് ആണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്സിൽ. സ്മോൾ തിങ്സ് ദാറ്റ് ഷുഡ് ഹവ് ബീൻ ടേക്കൺ കെയർ ഓഫ് ഓർ ലുക്ഡ് ഇൻ ടു അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജസ് വെൻ മിസ്ഡ് വിൽ കോസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് വെൻ ഇറ്റ് കംസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അത് ഒരു വാല്യുവേഷനിലായിരിക്കും ഒരു ബിഗ് ഹിറ്റ് എടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു 1 കോടി രൂപ വാല്യുവേഷനുള്ള ഒരു സ്റ്റാർട്ടപ്പിന് ഒരുപാട് ലീഗൽ കംപ്ലയൻസസ് അല്ലെങ്കിൽ ലാക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റ് അതൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്പനി കംപ്ലയൻസസ് നടത്തിയിട്ടില്ലെങ്കിൽ അതിന് സംബന്ധമായ ഫൈൻസ് ഉണ്ടാവും. അതൊരു ലീഗൽ റിസ്ക് ആയിരിക്കും, അവരെ പ്രൊഡക്റ്റിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് പ്രൈവറ്റ് എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് പ്രൈസും വാല്യുവേഷനും നെഗോഷിയേറ്റ് ചെയ്യും. ഞാനിപ്പോൾ തരാൻ പോകുന്നൊരു ബ്രീഫ് ഓവർവ്യൂ ഓഫ് സർട്ടൻ തിങ്സ് ദറ്റ് വി നീഡ് ടു ബി ടേക്കൺ കെയർ ഓഫ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എ ബിസിനസ് സോ ദാറ്റ് വെൻ യു ഗ്രോ ആസ് എ കമ്പനി ആൻഡ് വെൻ യു റീച്ച് എ സ്റ്റേജ് വെർ അതർ പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് യുവർ വാല്യുവേഷൻ വുഡൻ ഗെറ്റ് എഫക്റ്റഡ്. സോ ഇതിനകത്തുള്ള ബ്രീഫ് പോയിൻറ്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇസ് എ കോ ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ്, അത് കഴിഞ്ഞിട്ട് വൈ എൻ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പിന്നെ ഔട്ട്സോഴ്സിങ് കൺസൾട്ടൻസി എഗ്രിമെൻറ്റ്, കസ്റ്റമർ എഗ്രിമെൻറ്റ്, പിന്നെ ഫണ്ട് റേസിങ്. ഓക്കെ, ഒരു കമ്പനി തുടങ്ങുന്ന 2 പേര് ആദ്യം തുടങ്ങാൻ നേരത്ത് എവ്രി വൺ വിൽ ബി വെരി ഹാപ്പി, വെരി മോട്ടിവേറ്റഡ്, എവറിത്തിങ് ഇസ് ഗോയിങ് വെൽ. പക്ഷേ വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ് ഓർ വെൻ ദർ ഇസ് എ ഡിസഗ്രിമെൻറ്റ്, കമ്പനി ഏത് ഡയറക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഹൗ ദ കമ്പനി ഷുഡ് ഫങ്ഷൻ എന്നുള്ളൊരു കാര്യം ക്വസ്റ്റ്യൻ മാർക്കാവും. Unless there is an agreement in writing between the co-founders as to how to address each situation that might arise in the future, company ആണെങ്കിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും, your product goes to waste, there will be no future for the company. ഞാനൊരു സോഫ്റ്റ്വെയർ, ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനീനെ കുറിച്ച് പറയാം. ആ സോഫ്റ്റ്വെയർ കമ്പനിയുടെ കോറായിട്ടുള്ള അസറ്റ്സ് അവരുടെ പ്രോഗ്രാം അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. അതാണ് അവരുടെ വാല്യൂ, അല്ലാതെ ഫിസിക്കലായിട്ടുള്ള അസറ്റ്സോ വേറെ ഒന്നുമില്ല. അവർക്ക് ആ ആപ്പ്
ആ കോഡ് ചെയ്ത് വെക്കുന്ന ആ സോഴ്സ് കോഡ്, അതാണ് അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള വാല്യൂ. ഇന്ത്യയിൽ കോപ്പിറൈറ്റ് ലോ പ്രകാരം സോഫ്റ്റ്വെയർ, whoever codes the software, ആരാണ് കോഡ് ടൈപ്പ് ചെയ്യുന്നത്, the intellectual property over that code vests with that person. So ഈ വെസ്റ്റ് ചെയ്യുന്ന ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, unless it's transferred to the business or unless it is agreed between the co-founders that it will vest with the entity which they have formed, ഒരു പാർട്ട്ണർഷിപ്പ് ആയാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലായാലും, അതിലാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ കോഡ് വെസ്റ്റ് ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ ഒരു എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ, partners will always have the option of leaving with the codes that they have typed. So there will be a dispute as to who the product will go to. So always have a co-founders agreement which says that although നമ്മൾ രണ്ടുപേരുമാണ് ഈ സോഫ്റ്റ്വെയർ കോഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്, പക്ഷേ നമ്മൾ രണ്ടുപേരും ഡെവലപ്പ് ചെയ്യുന്ന കോഡ് ഒന്നിച്ച് അത് നമ്മൾ ഇപ്പോൾ ഫോം ചെയ്തേക്കുന്ന എൻറ്റിറ്റിയുടെ കയ്യിലാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ആവട്ടെ, അത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവട്ടെ, ആ കമ്പനിയിലാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വെസ്റ്റ് ചെയ്യുന്നത്. ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വിൽ ബിലോങ് ടു ദ കമ്പനി ആൻഡ് നോട്ട് ദി ഇൻഡിവിജ്വൽ കോ-ഫൗണ്ടേഴ്സ്. അത് നമ്മൾ ഐ പി അസൈൻമെൻ്റ് എന്നാണ് അത് പറയുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് ആ ബിസിനസ്സിലേക്ക് നമ്മൾ ഐ പി ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂ ഞങ്ങൾ യൂഷ്വലായിട്ട് കണ്ടുവരുന്നത്, രണ്ട് ഫൗണ്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഏതൊരു സ്റ്റാർട്ടപ്പിനായാലും ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡിഫിക്കൾട്ട് പ്രോസസ്, അല്ലെങ്കിൽ ഒരു വെരി ഡിഫിക്കൾട്ട് ഇയേഴ്സ് ആയിരിക്കും. There will be pressure from the family to get a job. There will be pressure from your peers who are earning so much money doing a job. ഇവർക്ക് ഒരു റവന്യൂവും ചിലപ്പോൾ ഉണ്ടാവില്ല ആദ്യത്തെ 1 കൊല്ലം അല്ലെങ്കിൽ ആദ്യത്തെ 2 കൊല്ലം. So there's always a possibility that 1 കൊല്ലം കഴിയുമ്പം ഒരാൾ ഇട്ടുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ 3 പേരായിട്ട് തുടങ്ങിയ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരാൾ 2 പേര് ഇട്ടുകൊണ്ട് പോകുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടന്നാൽ മതി. സോറി. സോ ഇതാണെങ്കിൽ അപ്പം ഇതപ്പം ഈ 3 പേരുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഒരാൾ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അയാളുടെ ഷെയർ എന്ത് ചെയ്യും? റൈറ്റ്? കാരണം 2 പേര് ചിലപ്പം ഈ അവിടെ കഷ്ടപ്പെട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആയിരിക്കും ആ കമ്പനിക്ക് ഒരു വാല്യൂ വരുന്നത്. അപ്പം ഇത്രയും നാൾ ഒരാൾ വേറെ ജോലി ചെയ്തു, പക്ഷെ 2 പേര് കമ്പനി നടത്തിയത് വലുതായപ്പോഴായിരിക്കും ഈ പോയ ആൾ തിരിച്ചു വരുന്നതും സ്റ്റേക്ക് ക്ലെയിം ചെയ്യുന്നതും. സോ ഇനീഷ്യലി യു ഷുഡ് എഗ്രി on what will happen to the shares of the person if he leaves in 1 year, അല്ലെങ്കിൽ 2 year, അല്ലെങ്കിൽ 3 year. 1 year വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓബിയസ്ലി കമ്പനിയിലേക്ക് കുറച്ച് വാല്യൂ എഡിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അതിനെത്ര വാല്യൂ കാണുന്നു, അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അതൊക്കെ ആയിരിക്കണം നമ്മുടെ co-founders എഗ്രിമെൻറ്റിൽ വരുന്നത്. So one method that we use for resolving a deadlock, റഷ്യൻ റൂലേ എന്നാണ് പറയണത്. പറയും one person is leaving and he will say that I am leaving, this is the amount of shares that I want to sell, or this is the value that I see in my shares, so buy it off. Appam the other partner can say I am going to buy it off, or he can make a counter offer and say you can buy my shares for this much price. And if he is unwilling, they can negotiate another price and then come to a settlement. It's a very broad ആയിട്ട് പറഞ്ഞത്, but there's slightly more complicated way. There's a formula that you can use to come to a conclusion as to the valuation. Now, എല്ലാ partnership, അല്ലെങ്കിൽ this from a private limited company perspective, it is a board of directors of the firm which will control the decisions that will be taken by the company. Ensure that you have the minimum number of persons on the board of directors. ആദ്യം തന്നെ എല്ലാവരുടെയും വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ഇസ് ദേ ഹാവ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ 10 രൂപ അടങ്ങിയ ഒരു 1,00,000 രൂപ തരുന്നവരെ എല്ലാവരെയും പിടിച്ച് ബോർഡിലിടും. പൈസ തന്നു എന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു ഗിവ് ദം റെപ്രസെൻറ്റേഷൻ ഓൺ ദ ബോർഡ്. ദേ വിൽ കണ്ടിന്യൂ ടു ബി ഷെയർ ഹോൾഡേഴ്സ്. ബട്ട് സിൻസ് യു ആർ റണ്ണിങ് ദ ബിസിനസ്, ദ ബോർഡ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് എ മിനിമം so that they can't interfere in the day-to-day activities of the company.
which will affect the business as a whole. Okay. നിങ്ങളൊരു ബിസിനസ് ഉണ്ടാക്കി കുറച്ച് വലുതായി, you want to hire your first employee or a second, third, whatever, you're hiring employees. എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ നേരത്തും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു മൂന്നാമത്തെ ആളെ വെച്ചായിരിക്കും ഈ സോഫ്റ്റ്വെയർ കോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ആളെ വെച്ചിട്ടായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ നടത്തുന്നത്. വാട്ട് ഈസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി? ഇഫ് he codes the software for you, the IP, intellectual property of that software, will belong to the employee unless you have an employment agreement which says that that rights to all the software belongs with the company or the partnership. Second, you should always have a non-compete and a non-solicit agreement with the employees. നിങ്ങളൊരു നീഷായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണേ. യൂഷ്വലി സ്റ്റാർട്ടപ്പ്സ് ഒരു റൺ ഓഫ് ദ മിൽ ബിസിനസ്സസ് അല്ല നടത്തണേ. ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് ടു പെനിട്രേറ്റ് എ സർട്ടൻ മാർക്കറ്റ്. അല്ലെങ്കിൽ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും ഈ എല്ലാ സ്റ്റാർട്ടപ്സിനും ഉണ്ടാവാൻ പോകുന്നത്. സോ യു ഷുഡ് ഓൾവേസ് ടെൽ ദം ദാറ്റ് ഞങ്ങളുടെ ഈ ഐഡിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ബിസിനസ് എടുത്തിട്ട് വൺസ് ഹി ലേൺസ് അബൌട്ട് ഹൗ ദ ബിസിനസ് വർക്ക്, യു കാൻ ഗോ ടു സംവൺ എൽസ് ആൻഡ് റെപ്ലിക്കേറ്റ് ദിസ് ആൻഡ് സ്റ്റാർട്ട് ഔട്ട് ഓൺ യുവർ ഓൺ. ദാറ്റ് സംതിങ് കോൾഡ് എ നോൺ കമ്പീറ്റ്. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റിൽ നമ്മൾ അത് ക്ലിയർ ആക്കണം. സിമിലർ ലൈൻ ഓഫ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇത്ര നാൾ റെസ്ട്രിക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന്. നെക്സ്റ്റ് ഇസ് നോൺ സോളിസിറ്റ്. ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ the employee will be dealing with a lot of customers on a one-to-one basis. There's always a probability that he will leave and then he will take all the clients that you have and start a different business. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് you have something called a non-solicit clause in your employment agreement. And then there comes confidentiality. And then benefits and increments. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സ്ഥലത്ത് കണ്ടിരിക്കുന്നത് ആദ്യം ഒരു എനോമസ് എമൗണ്ട് സാലറി ആയിട്ട് ഓഫർ ചെയ്യും, എന്നിട്ട് എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഇമെയിലിലും അയക്കും, ഞാൻ മാസം ഇത്രയും രൂപ വെച്ച് തന്നേക്കാം, 50,000 രൂപ 60,000 രൂപ സാലറി തരാം. ബട്ട് ഓബിയസ്ലി ആസ് എ സ്റ്റാർട്ടപ്പ് യു വോണ്ട് ബി ഏബിൾ ടു മീറ്റ് ദാറ്റ്. കമ്പനിക്ക് ആദ്യത്തെ റൗണ്ട് ഓഫ് ഫണ്ടിങ് കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും പോയ എംപ്ലോയീസ് 6 മാസം 7 മാസം നിന്നിട്ട് പോയ എംപ്ലോയീസ് അത്രയും 5 ലക്ഷം രൂപയുടെ ക്ലെയിമും 3-4 ലക്ഷം രൂപയുടെ ക്ലെയിംസ് ആയിട്ട് വരുന്നത്. സീയിങ് ദാറ്റ് യു എഗ്രി ടു പേ ദിസ് മച്ച്, ഇത്രയും സാലറി തന്നിട്ടില്ല, നൗ ഐ വോണ്ട് ദിസ് മണി ബാക്ക്. സോ ഓൾവേസ് ഹാവ് റിയലിസ്റ്റിക് പാക്കേജസ്, ഫിക്സ് ഇറ്റ് ആസ് ഇൻക്രിമെൻറ്റ്സ് ഇഫ് പോസിബിൾ, ആൻഡ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിഗേഴ്സ് നിങ്ങളൊരു പ്രോപ്പർ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യണം. ഓക്കെ, ESOPs ആരെങ്കിലും ഈ എംപ്ലോയ്മെൻറ്റ് സ്റ്റോക്ക് ഓപ്ഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് ഓപ്ഷൻസ്, യെസ്. Do you want to give it a go and tell people what it is? If I believe it correctly, it is giving the employees in the company a share in the ownership, like giving stocks after completing a particular time period or something. They will be given. I think it's more relevant in companies in USA, like giving stocks for the employees, if I am correct. Correct, yeah. So broadly that's what, അപ്പം you're going to try to make the employees a part of the company. അപ്പം initially you are going to give them employee stock options. Stock option എന്ന് പറഞ്ഞാൽ it is technically not shares in the company. It is an option for them to purchase shares in the company at a heavily discounted price. ചിലപ്പോൾ 10-1 അല്ലെങ്കിൽ 100-1 അത്രയും ചെറിയൊരു പ്രൈസിൽ, provided that you meet certain milestones spread over a couple of years. ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ 2% ഷെയർസ്, ഒരു 2% ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു 1000 ഷെയർസ് അല്ലെങ്കിൽ 2000 ഷെയർസാണ് നിങ്ങൾക്ക് എംപ്ലോയീസിന് ഓഫർ ചെയ്യണമെങ്കിൽ, he will have the option to get these shares provided you hit certain milestones. ഒരു കൊല്ലം കഴിയണം ഈ ESOPs നിങ്ങൾക്ക് ഈ എംപ്ലോയീസിന് കിട്ടണമെങ്കിൽ. മിനിമം ഒരു കൊല്ലം സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഉണ്ട്. ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് 100 ഷെയർ കിട്ടും. അടുത്ത 6 മാസം കഴിയുമ്പം നിങ്ങൾക്ക് അടുത്ത 300 ഷെയർസ് കിട്ടും. അടുത്ത 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 300 ഷെയർസ് കിട്ടും. ഇങ്ങനെ ESOPs കൊടുക്കാനുള്ള കാരണം, ആദ്യം തന്നെ നമ്മൾ ഫുൾ ഷെയർസ് കൊടുത്തു കഴിഞ്ഞ് ആ എംപ്ലോയി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അത്രയും ഷെയർസ് പോവുകയാണ്.
ഷെയർസ് അപ്രണ്ട് ആയിട്ട് കൊടുത്താൽ യു കാൺ ടേക്ക് ബാക്ക് ഷെയർസ്. ബട്ട് ഇഫ് യു ഗിവ് ESOPs, എത്ര നാൾ വർക്ക് ചെയ്തോ അത്രയും ഷെയർസ് കിട്ടി. ബട്ട് ഇഫ് യു ഹവ് ടോൾഡ് ദ എംപ്ലോയി ദറ്റ് ഇഫ് യു വർക്ക് ഫോർ 3 years എന്നിട്ട് എല്ലാ മാസമാണ് ഇത്രയും ഓപ്ഷൻസ് കൺവേർട്ട് ചെയ്ത് ഷെയർസ് വാങ്ങാൻ പറ്റണമെങ്കിൽ, 2 കൊല്ലം കഴിഞ്ഞിട്ട് ജോലിയിൽ നിന്ന് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഇഫ് എംപ്ലോയ്മെൻറ്റ് ഇസ് ടെർമിനേറ്റഡ്, 1 കൊല്ലം വരെ എത്ര ഓപ്ഷൻസ് കിട്ടി അത്രയും മാത്രമാണ് ആ എംപ്ലോയിക്ക് കിട്ടുള്ളൂ. The rest will lapse. So ESOP is a good method to retain employees by incentivizing them and telling them you can be a part of the company. But at the same time, the promoters are protected because you can still set targets and you can achieve, only if you achieve those targets will you actually get stock options. Okay. Pinne, again, there's going to be an underlying theme in the presentation. Okay, when you're starting, you won't have enough bandwidth or you will not have enough employees to create a complete product. Alenge, you won't have the expertise or you'll find it hard to build certain segments of the product. Otherwise, you always outsource it to people who are good at doing it, and that too at a cheaper rate. But make sure that you always have an outsourcing or a consultancy agreement. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ ഔട്ട്സോഴ്സ് ചെയ്യാൻ നേരത്ത് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടി ഇന്നതിനാണ് ഞാൻ നിങ്ങൾക്ക് വർക്ക് ഓർഡർ തരുന്നത്, എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ വ്യക്തമാക്കിയില്ലെങ്കിൽ ആ ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ IP ആ ഡെവലപ്പ് ചെയ്ത ആളുടെ കയ്യിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. Again, intellectual property laws ഇന്ത്യയുടെ അടിയിൽ വർക്ക് ഫോർ ഹയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. If you are working or developing something for me, then that intellectual property will vest with me, that product. So you will have to ensure that ഒരു ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി എഗ്രിമെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. ഓക്കെ, സെയിം തിങ്. ഈ ഒരു എല്ലാ വെബ്സൈറ്റിലും എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 2 കാര്യങ്ങൾ എപ്പോഴും കാണും. ഒരു പ്രൈവസി പോളിസിയും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും. എന്തുകൊണ്ടാണ് ഈ പ്രൈവസി പോളിസിയും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉള്ളതെന്ന് ആരെങ്കിലും അറിയോ? എനിവൺ? എന്തെങ്കിലും ഒരു നിയമം ഉണ്ടോ ഇത് വേണമെന്ന്? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? സോറി, കോപ്പിറൈറ്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും ആൻസേഴ്സ്? ഓക്കെ, ഗുഡ്. Anything else? Anyone else? Good guess? It's actually a product or a service which is sold to a particular customer. Okay. So he has not the right to easily. Correct. That's all. Okay. You're all correct. This is something that we need to safeguard our product. But there is a legal requirement for you to have a privacy policy and a terms and conditions. India's Information Technology Act in the adile, there is a mandate to have a privacy policy and terms and conditions if you are collecting personal information through your website from a third person. Personal information എന്ന് പറഞ്ഞാൽ any information with which you can identify a person. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ആയിരിക്കുക, പേരായിരിക്കുക, or you can be his address, anything. If you can identify the person with the information that you are collecting from him, login details ആയിരിക്കട്ടെ, അങ്ങനെ ഒരു ലോഗിൻ ഉണ്ടെങ്കിൽ യു ആർ മാൻഡേറ്റഡ്ലി റിക്വയർഡ് ടു ഹാവ് എ പ്രൈവസി പോളിസി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ബിക്കോസ് വാട്ട് എവർ യു സേ, ദെയർ ഇസ് എ ലെജിസ്ലേഷൻ വിച്ച് ടെൽസ് യു വാട്ട് യു ക്യാൻ ഡു വിത്ത് ദി ഇൻഫർമേഷൻ ദറ്റ് യു കളക്ട് ഫ്രം പീപ്പിൾ. ക്യാൻ യു റീസെൽ ഇറ്റ്? നോ, ഓൺലി ഇഫ് യു ടേക്ക് കൺസെൻറ്റ് ഫ്രം ദാറ്റ് പേഴ്സൺ. നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് വേറൊരാൾക്ക് വേറൊരു വെബ്സൈറ്റിൽ അങ്ങനെയൊന്നും ഇടാനുള്ള പെർമിഷൻ ഇല്ല. That's why you are mandated under law to have a privacy policy and terms and conditions as per law. So, terms and conditions, sir പറഞ്ഞ പോലെ, it's more of a contract with the person who's going to use your website. Sir ഇപ്പോൾ പറഞ്ഞില്ലേ, you are not allowed to sell the product. ഞാൻ തന്ന ഇൻഫർമേഷൻ എടുത്തിട്ട് യു ആർ നോട്ട് സപ്പോസ് ടു സെൽ ഇറ്റ് ആൻഡ് മേക്ക് മണി. ഓർ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്താൽ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടാവും യു ആർ നോട്ട് അലൗഡ് ടു സെൽ ഫേക്ക് പ്രൊഡക്ട്സ് ഓൺ മൈ വെബ്സൈറ്റ്. സോ the terms and conditions is a contract between the person who's using the website and the owner of the website, saying that these are the conditions under which you can use my website.
അതിനകത്ത് one thing that you need to be very careful about is the limitation of liability and the jurisdiction clause. Limitation of liability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സാഹചര്യങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ and if something goes wrong I won't be held liable. നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു, so let's say ഫ്ലിപ്കാർട്ടിന് ഒരു 100 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. when Flipkart is a platform, they're going to say we have not verified who's selling on my website, or I haven't checked on the veracity of the person who's come on my website, so you can't sue me. ഒരു ഫ്ലിപ്കാർട്ടിനെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല if someone else is selling products. അപ്പം അങ്ങനത്തെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും വെക്കണം. one thing that needs to be looked at is a jurisdiction clause. Generally ആൾക്കാർ അധികം കെയർ ചെയ്യാറില്ല, but one thing is, in case there's a legal dispute between the person who's using the website and the website owner, you should tell them that നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഏരിയയിലുള്ള കോർട്സിന് മാത്രമാണ് ഈ ഡിസ്പ്യൂട്ട് കൺസിഡർ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. ഇഫ് യു സ്പെസിഫൈ ദാറ്റ്, ആൾക്കാർക്ക് ലോകം മുഴുവൻ നടന്ന് നിങ്ങളെ സൂ ചെയ്യാൻ പറ്റൂല, ബട്ട് യു ആർ എഗ്രീയിങ് to a particular jurisdiction of a court if you are to use my website. അപ്പം so you can tell that കൊച്ചിയിലുള്ള കോടതി അല്ലെങ്കിൽ കാലിക്കറ്റിലുള്ള കോടതി അവിടെ മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ എതിരെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. so you can all agree to this in the terms and conditions. okay, ഫണ്ട് റേസിങ്ങിലാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ സാധാരണ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ ഫണ്ടിങ് ആയിരിക്കും. പേഴ്സണൽ ഫണ്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് യു ബോറോ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആൻഡ് വൺ തിങ് ദറ്റ് വി ഹവ് നോട്ടിസ്ഡ് എസ്പെഷ്യലി ഇൻ കേരള, നിങ്ങളുടെ കസിൻസ് ഉണ്ടാകും ആരെങ്കിലും മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ US അവരെയൊക്കെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഈ കമ്പനിയിലേക്ക് പൈസ ഇടുവാണ്. ദെൻ യു ഫൊഗെറ്റ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ആ പൈസ ഉപയോഗിക്കുന്നു, യു ഡു ബിസിനസ്. ബട്ട് വെനെവർ മണി ഈസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ into your company's account, you will need to inform the bare minimum inform ചെയ്യണം RBI നെ, telling that I have received money for such and such purposes, and then you will need to make filings with the RBI pertaining to the money that you have received. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ after you have received money from an investor, you will need to issue him shares within 30 days, and then you will need to inform the RBI and file a form called FCGPR with the RBI stating that I have received funds and this is the reason, and then laws or scenarios that has already been played out, and then people know exactly what to happen if there's a ഒരു peculiar situation ഉണ്ടാക്കിയാൽ there's always something you can fall back on to determine how it's going to be played out in the court. LLP, since it's a slightly newer concept, അതൊരു ചെറിയ ഇഷ്യൂ ആയിരിക്കും. But look at from a taxation perspective, there are a lot of benefits that have been given to the LLP. But that said, investors prefer a private limited company as opposed to an LLP because LLPയുടെ ലയബിലിറ്റിയുടെ ഒരു ചെറിയ ഗ്രേ ഏരിയ ഉണ്ട്. ഇപ്പോഴും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവർക്ക് എത്ര ലയബിലിറ്റി വരും എന്നുള്ളത് ഇപ്പോഴും ഒരു കുറച്ച് ഗ്രേ ഏരിയ ഉണ്ട്. കൂൾ, ഓക്കെ. So one person company, again the whole concept is very new. അതിനകത്ത് പറയണത് ഇറ്റ്സ് again says that it's the amount that you've invested in that entity, അത്രയും മാത്രമാണ് ലയബിലിറ്റി വരുള്ളൂ. ബട്ട് വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാലും you need 2 people to start it, as opposed to a proprietorship where it's only you that is going to be there. അപ്പം ഇറ്റ്സ് again ലയബിലിറ്റി വൈസ് ആണ് ഡിഫറൻസ് വരുന്നത്. പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളുടെ എതിരെ കുറേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പ്രൈവറ്റ് ഒരു ഒ പി സി ആണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ചെയ്യാൻ നമ്മൾ കമ്പനിയിൽ എത്ര ഷെയർ ഇട്ടിട്ടുണ്ട്, പൈസ ഇട്ടിട്ടുണ്ട്, അത്രയും മാത്രമാണ് ഒരു ലയബിലിറ്റി വരാൻ സാധ്യതയുള്ളൂ. ബട്ട് ഈ സാധാരണ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ലൈക്ക് ഉപയോഗിക്കുന്നത് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഡോണ്ട് പേഴ്സണലി ഗെറ്റ് എഫക്റ്റഡ് വെൻ യു ആർ ഡൂയിങ് ബിസിനസ്. ഉദാഹരണം, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പുറത്തുനിന്ന് വന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ കുറേ വർക്ക് എടുത്ത് ഇവിടെ കുറേ ആൾക്കാരെ, കുറേ സബ് കോൺട്രാക്ടേഴ്സിനെയൊക്കെ വെച്ച് ചെയ്യണം. ദെൻ ദേ ലീവ്. ഒരു സബ് കോൺട്രാക്ടറിനും പൈസ കൊടുക്കൂല. ബട്ട് വെൻ യു ട്രൈ ടു ഗോ എൻഫോഴ്സ് ദിസ് മണി എഗെയിൻസ്റ്റ്, ഒരു കേസ് കൊടുത്ത് ഈ കമ്പനിയുടെ പുറകെ പോകുമ്പോഴായിരിക്കും അറിയുന്ന ഈ കമ്പനിക്ക് വേറെ അസറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന്. സോ ഇറ്റ്സ് വെരി ബാഡ്. സോ ദ പ്രൊമോട്ടേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ്.
saying that, it's a private limited company, the liability can only be enforced against that entity and not against the directors personally. So ചീറ്റിംഗ് കേസിൽ കൊടുക്കാം, പക്ഷെ അതാണ് ഇപ്പോൾ സ്റ്റേസിലയുടെ ഫൗണ്ടർ, ഇഫ് യു ബീൻ റീഡിങ് ദി ന്യൂസ് പേപ്പർ, സ്റ്റേസില എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബീങ് ഓവ്ഡ് ടു എ വെൻഡർ, ഹോർഡിങ്സ് വെച്ച് 6 കോടി രൂപയോളം. അപ്പോൾ അയാൾ ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ദേ പുട്ട് ഹിം ബിഹൈൻഡ് ബാർസ്. ബട്ട് ദാറ്റ്സ് എ റെയർ സിറ്റുവേഷൻ. ഇറ്റ്സ് നോട്ട് എവറി ഡേ ദാറ്റ് യു സീ ഇറ്റ്. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ സിവിൽ കേസ്, വൈ ഡിഡ് ഈ പ്രിഫർ എ ചീറ്റിംഗ് കേസ്? കാരണം സ്റ്റേജിൽ അടച്ചുപൂട്ടി പോവാന്ന് ഒരു പത്രവാർത്ത വന്നു, അത് കഴിഞ്ഞിട്ടാണ് ചീറ്റിംഗ് കേസ് കൊടുത്തത്. അടച്ചുപൂട്ടുക അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് ബീങ് ദർ ആർ നോ അസെറ്റ്സ് ഫോർ ദ കമ്പനി, then very hard to enforce your claim against the private limited company. അപ്പോൾ അതുകൊണ്ടാണ് people prefer private limited company to protect your whatever business. ഇപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് എത്ര രൂപ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും you can't touch that because the contract is with the different entity, ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എതിരെയാണ്. അൺലെസ് ഒരു പറഞ്ഞ പോലെ ചീറ്റിംഗ് ഒരു കേസ് വന്ന് ഡയറക്ടേഴ്സിന് പേഴ്സണലായിട്ട് ലയബിൾ ആക്കുവാണെങ്കിൽ അത് ചെയ്യാം. ബട്ട് പാർട്ട്ണർഷിപ്പും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ആക്കാം, LLPയും നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ആക്കാം. പക്ഷെ LLP കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട്, അത് വന്നിട്ടില്ല. സോ റൈറ്റ് നൗ ഇറ്റ്സ് സ്ലൈറ്റ്ലി ആംബിഗ്വസ് വെദർ യു കെൻ കൺവേർട്ട് എൻ LLP ടു എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഉണ്ട്, ബട്ട് ഒരു നോട്ടിഫൈ ചെയ്യാനുണ്ട്. അത് ഇറ്റ്സ് ബീൻ ഇല്ല, അതൊരു അൺലൈക്ലി സിനാരിയോ ആണ്. അത് അല്ല, നമ്മൾ ഇൻകം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ടാക്സ് രജിസ്ട്രേഷൻസ് എടുക്കുന്നത് തന്നെ. ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല. ഡു യു മീൻ ടേൺ ഓവർ ഓർ ഇൻകം? ഇൻകം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ, ഇഫ് യു സെല്ലിങ് എ പ്രോഡക്റ്റ്, എന്ത് വിറ്റാലല്ലേ നമുക്ക് ഇൻകം വരുള്ളൂ. അതുവരെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആരും ഇൻസിസ്റ്റ് ചെയ്യൂല. ഉദ്യോഗ് എനിക്കത് അറിയില്ല കേട്ടോ, സോറി. അല്ല, അത് പല ബെറ്റർ യു ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അതിന് പല ലെവൽസ് ഉണ്ട്. എന്തിനു വേണ്ടി ചിലപ്പോൾ ഒരു ആദ്യത്തെ സെയിൽ നടത്തുന്നതിന് മുമ്പ് തന്നെ ചില രജിസ്ട്രേഷൻസ് വേണ്ടി വരും. യു മൈറ്റ് നോട്ട് റിക്വയർഡ് ടു ബി, യു മൈറ്റ് നോട്ട് have to pay any tax, but you need to get the registration in place beforehand. Sure. അഞ്ചു കൊല്ലത്തേക്കുള്ളൊരു ടാക്സ് ബ്രേക്ക് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു ആർ എ സ്റ്റാർട്ടപ്പ് ദാറ്റ് വാസ് രജിസ്റ്റേർഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ. അത് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ DIPPയുടെ ഇന്ന് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മളൊരു സ്റ്റാർട്ടപ്പാണെന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റാർട്ടപ്പാന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി യു ഹാവ് എ 5-year ഇൻകം ടാക്സ് ബ്രേക്ക്. അത് കുറച്ച് സ്ലോ ആ പ്രോസസ്സ്, കുറച്ച് ഞാൻ പറയട്ടെ. നമ്മൾ ലൈക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കൊടുക്കാറുണ്ട്, ഇൻക്യുബേറ്റേഴ്സ്, DST അപ്രൂവ്ഡ് ഇൻക്യുബേറ്റേഴ്സ്. അപ്പം നമ്മൾ കൊടുത്ത എല്ലാ കമ്പനീസിനും ഈ DIPP ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം കമ്പനീസിന് ഏതെങ്കിലും DST അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻക്യുബേറ്ററിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരും. അത് കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതാ പ്രശ്നം. എസ്പെഷ്യലി കാരണം ഒരു കൊടുത്ത എല്ലാവർക്കും കിട്ടി, ഞങ്ങളവിടെ എല്ലാവർക്കും കിട്ടി. അതും നിങ്ങളുടെ സ്കീംസിനെ ഓക്കെ ഫൈൻ. കാരണം ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്കീംസ് ഉണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അടിയിൽ തന്നെ. അതെല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ ഡിസ്കസ് ഫൈൻ. അവർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്, ബട്ട് ദേ വിൽ ഹാവ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ഇറ്റ്സ് കോൾഡ് അഫർമേറ്റീവ് വോട്ടിംഗ് റൈറ്റ്സ്. ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസിൽ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും അവരുടെ കൺസെൻറ്റോടെയാണ് പറ്റുള്ളൂ. മേജർ ഡിസിഷൻസ് ലൈക്ക് ഇഫ് യു വാണ്ട് ടു സെൽ ദ കമ്പനി ഓർ ഇഫ് യു വാണ്ട് ടു ട്രാൻസ്ഫർ യുവർ എൻറ്റയർ ഷെയർ ഹോൾഡിംഗ് ടു സമ്മൺ എൽസ്, അങ്ങനത്തെ ഒരു 10 ഡിസിഷൻസ് ഉണ്ടാവും. ചിലപ്പം ഒരു 10 ലക്ഷം രൂപേനെക്കാട്ടിലും മുകളിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനത്തെ ഡിസിഷൻ എടുക്കണമെങ്കിൽ അവരുടെ കൺസെൻറ്റോടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് വയ്ക്കും. സോ ബട്ട് ദേ കം ഇൻ എസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് ലയബിലിറ്റി വരത്തില്ല, ആർക്കും ലയബിലിറ്റി വരില്ല ഷെയർ ഹോൾഡേഴ്സ് ആയത് കാരണം.
ഓക്കെ. ഓക്കെ. ആ. ശരി. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ടെൽ ദം ടു ഡെവലപ്പ് ദ ബിസിനസ്. ഒരു പ്രൊഡക്റ്റ് ആയാലും എന്തായാലും ഡെവലപ്പ് ഇറ്റ്. ബട്ട് ഒന്ന് കുറച്ചൊരു മെച്ചപ്പെടുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ ടെൽ ദം ടു രജിസ്റ്റർ ഇറ്റ് ആസ് എ പാർട്ട്ണർഷിപ്പ് ആൻഡ് ടെൽ ദം ടു ഹാവ് എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ ദം സെയിങ് ദാറ്റ് ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുവാണ്, പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുവാണ്, ഇതാണ് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് തമ്മിൽ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ എന്തെങ്കിലും റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. ഇഫ് സബ്സ്റ്റാൻഷ്യൽ ഇൻകം അല്ലെങ്കിൽ ഒരു നല്ല ഇൻകം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ ആസ്കം ടു കൺവേർട്ട് ഇൻ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാണെങ്കിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അവർ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ 50-50 അല്ല എങ്ങനെയാണെന്ന് തീരുമാനിക്കുക. ആൻഡ് ദെൻ അഗെയിൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് എഗ്രിമെൻറ്റ്സ് വിത്ത് ദ കമ്പനി, ഫൗണ്ടേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും. ആ ആ ആ രജിസ്റ്റേർഡ് ഓഫീസ് എന്നാണ് പറയണത്. ഇപ്പോൾ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. രജിസ്റ്റർ ഒന്നെങ്കിൽ ഒരു വീടിൻ്റെ അത് സത്യം പറഞ്ഞ ഒരു NOC മാത്രം കിട്ടിയാൽ മതി. പഞ്ചായത്തിൽ നിന്നല്ല, ഹൗസ് ഓണറിൻ്റെ ആരുടെ പേര് എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു NOC കിട്ടിയാൽ മതി. ചില കേസസിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ബട്ട് ഐഡിയലി അതൊന്നും ആരും കാര്യമായിട്ട് എടുക്കാറില്ല. either you need to present the rent agreement with ആ പ്രിമിസസ് ഉപയോഗിക്കാനുള്ള റെൻറ്റ് എഗ്രിമെൻറ്റ് വേണം. അല്ലെങ്കിൽ ഈ ടു പ്രൂവ് ഓണർഷിപ്പ് ഓഫ് ദി ഓണർ, ആ ഓണറാണെങ്കിൽ ഒരു NOC കൊടുക്കുന്നതായിട്ട് കാണിച്ചാൽ മതി. അത് ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ അടിയിലുള്ള ലൈസൻസ് ആണ്. ബട്ട് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നതിനനുസരിച്ച് സോഫ്റ്റ്വെയറിനൊന്നും അങ്ങനെ ആരും ഇതുവരെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. Trademark registrations, okay. So once you create a trademark, it's technically yours, right? Because it's an automatic legal protection that you get once you create it. But there's an elaborate process by which you can register it with the trademark authority in India. അതൊരു 1.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. There are 2 types of trademarks. It's called a word mark and a label mark. Word mark എന്ന് പറഞ്ഞാൽ it's for the name. For example, like if you have Coca-Cola എന്ന് പറഞ്ഞുള്ളൊരു വേർഡ് nobody else can use it in any font or shape or anything else. But അതൊക്കെ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം you need to have something that distinctive. So you have something called a label mark. സോ ലേബൽ മാർക്ക് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആ സിമ്പിളും ആ കളറിലും ഉള്ളത്, ദാറ്റ് ഈസ് എ ലേബൽ മാർക്ക്. സോ യു അപ്ലൈ വിത്ത് ദാറ്റ് ആൻഡ് ഈ അപ്ലൈ ചെയ്യാൻ നേരത്തെ 42 ക്ലാസ്സസ് ഉണ്ട് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. 42 ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സർവീസ് ആണോ, മാനുഫാക്ചറിങ് ആണോ, അതെയോ ഫുഡ് പ്രോസസ്സിങ് ആണോ, ഒപ്പം ഓരോ ക്ലാസ്സിൻ്റെ അടിയിലായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ ക്ലാസ്സിൻ്റെ അടിയിൽ നമ്മൾ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. ആദ്യം ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ യു ക്യാൻ ഡു ട്രേഡ് മാർക്ക് സെർച്ച്. IP India എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി നമുക്ക് നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുന്ന അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആൻഡ് ഇഫ് ഇറ്റ്സ് നോട്ട് ദെയർ then first you make an application. ആദ്യം ട്രേഡ് മാർക്ക് ബോർഡ് അതോറിറ്റി ആണെങ്കിൽ they will raise an internal objection, a trademark authority, and saying that it's already ഇങ്ങനത്തെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ജെനറിക് വേർഡ്. ഒരു ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിളൊക്കെ ഓൾറെഡി രജിസ്റ്റർ, അല്ലെങ്കിൽ ഓറഞ്ച്, നിങ്ങളൊരു ഓറഞ്ച് ആയിട്ടുള്ള ഒരു ജെനറിക് വേർഡായിട്ട് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കൂല. ദെൻ ഇറ്റ്സ് ഓപ്പൺഡ് അപ്പ് ടു ദ പബ്ലിക് ഫോർ എനി കമൻസ് ഓർ ഒബ്ജെക്ഷൻസ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ യുവർ ട്രേഡ് മാർക്ക് ഇസ് രജിസ്റ്റേർഡ്. സോ സ്ലൈറ്റ്ലി എലാബറേറ്റ് പ്രോസസ്. നിങ്ങൾ ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് TM എന്ന് ഇട്ട് തുടങ്ങാം. ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൺസ് യു രജിസ്റ്റർ ഇറ്റ് ഒരു 6 അതിൻ്റെ ചുറ്റും ഒരു സർക്കിളും ഉണ്ടാവും.
ഇതാണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്ക്. ഓക്കെ, ഓക്കെ. സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയത് കാരണം സ്കൂൾസ് അല്ലെങ്കിൽ കോളേജസ് can only be run by societies trust or a section 25 company. എന്നാലാണ് CBSE എന്നുള്ള അഫിലിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് കിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ട്രസ്റ്റും സൊസൈറ്റി ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ ഓപ്ഷൻ. കാരണം അതിനകത്ത് നിന്ന് പൈസ ലാഭമായിട്ട് പുറത്തു കൊണ്ടുപോകാൻ പറ്റൂല. എക്സ്പെൻസസ് ആയിട്ടൊക്കെയാണ് കാണിക്കാൻ പറ്റുള്ളൂ. എംപ്ലോയി എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം, പക്ഷെ ആരും അപ്പോൾ അതിനകത്തോട്ട് പൈസ ഇടൂല ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വന്ന്. കാരണം എംപ്ലോയി എക്സ്പെൻസ് ആയിട്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൊസൈറ്റി, ഒരു ട്രസ്റ്റ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് ഓടിക്കാനല്ല അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയേക്കുന്നത്. എന്താ സോറി കേട്ടില്ല. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ബ്രേക്സും ഉണ്ട് ഓബിയസ്ലി. ബട്ട് ഒരു റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അതിനകത്ത് നിന്ന് പൈസ എടുക്കാനും. ഇപ്പോൾ സ്കൂൾസും കോളേജസും ഒക്കെ ഇഫ് യു നോ ഇറ്റ്സ് റൺ ആസ് എ സൊസൈറ്റി ഒരു ട്രസ്റ്റ്, ബട്ട് പൈസ നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത് വേറെ രീതിയിലാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അയ്യോ, നിങ്ങൾക്ക് എന്നെ കണ്ടും നല്ലതായിട്ട് അറിയാമല്ലോ. ലീഗലി ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നത്. ഓക്കെ, സോ വിജയ് മല്യയൊക്കെ പറ്റിയേക്കുന്നത് ഹീ ഗേവ് പേഴ്സണൽ ഗ്യാരണ്ടീസ് ടു മോസ്റ്റ് ഓഫ് ദ ലോൺ ദാറ്റ് ഹി ഈസ് ടേക്കൺ. അതുകൊണ്ടാണ് വിജയ് മല്യനെ ഇത്രയും അഫക്റ്റ് ചെയ്തേക്കുന്നത്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കിങ്ഫിഷർ എന്നുള്ളൊരു കമ്പനി മാത്രമാണ് ലോൺ എടുത്തേക്കണമെങ്കിൽ വിജയ് മല്യ ആസ് എ ഡയറക്ടർ ഓർ എ ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി വുഡ് നോട്ട് ഹാവ് ബീൻ എഫക്റ്റഡ്. ബട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പം ബാങ്ക് പറഞ്ഞു ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി are not enough security to cover the loans that you're taking. Hence, you will have to give a personal guarantee as a shareholder, as a director, to the loans that are being taken by the company. അതുകൊണ്ട് I can enforce the personal guarantee that you've given me for realizing my loan. അതുകൊണ്ടാണ് വിജയ് മല്യയുടെ പേഴ്സണൽ പേരിലുള്ള പ്ലെയിൻ ആയാലും വില്ല ആയാലും അതൊക്കെ ബാങ്കിനെ അറ്റാച്ച് ചെയ്യാനും സെല് ചെയ്യാനും പറ്റുന്നത്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ബട്ട് ലീഗലി റൈറ്റ് ആണോ റോങ് ആണോ, പൈസ എടുത്തിട്ട് തിരിച്ചെടുത്തില്ല, അതാണ് അതിൻ്റെ. സോ ബട്ട് അപ്പം ആ ഒരു ഡിസ്റ്റിങ്ഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഐ തിങ്ക് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സോ ഓക്കെ, ഓക്കെ, താങ്ക്സ്.